ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 71ാമത്തെ പാർട്ടാണ്. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? എല്ലാവരും പുറത്തൊക്കെ പോയോ? ചർച്ചിലൊക്കെ പോയോ? ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ചർച്ചിൽ പോയി. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു? ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 2 മാസം കൊണ്ട് കഴിഞ്ഞ് എൻ്റെ ക്ലാസ് തീരും. ആ ക്ലാസ് കഴിഞ്ഞിട്ട് 2 പാർട്ട് വെച്ചിടാം. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 മാസം കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റോറി അങ്ങ് തീരും. ഞങ്ങൾക്ക് പുതിയ സ്റ്റോറിക്ക് 2 പാർട്ട് ഇടാന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ പോലെ. എൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ സ്റ്റോറി കേൾക്കണേ? എനിക്കറിയാം പിള്ളേരെ. അതേന്ന് പറഞ്ഞോ, എനിക്കൊരു സമാധാനം ആയിക്കോട്ടെ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? നിങ്ങൾ ഹരിചന്ദ്രൻ്റെ മകനാണല്ലോ, നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് എനിക്കറിയാം. അവൾ പുച്ഛത്തോടെ പറഞ്ഞു. എടി, വെറുതെ എന്നെ പുച്ഛിക്കല്ലേ. എൻ്റെ പേര് കുത്തിയ ഒരാലിലത്താലി കഴുത്തിൽ വീഴട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്ന്. അവൻ തൻ്റെ മീശ പിരിച്ചു പറഞ്ഞതും അവൻ്റെ നോട്ടം താങ്ങാനാവാതെ ആമി തിരിഞ്ഞു കിടന്നു. മിക, അവൻ അവളുടെ കാതിൽ ആർദ്രമായി വിളിച്ചു. അവളൊന്ന് മൂളി. ഞാൻ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോട്ടെ? അവളുടെ അനുവാദത്തിനായി അവൻ കാത്തു. ഈ പൊട്ടനെ കൊണ്ട് ഞാൻ തോറ്റു, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈയെടുത്ത് തൻ്റെ മേലേക്ക് വെച്ചു. പാർത്തി ഒരു ചിരിയോടെ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് തിരിഞ്ഞെടുക്കുന്ന അവളുടെ മുടിയിൽ മുഖം ചേർത്ത് കിടന്നു. ഒരുപാട് പേടിച്ചു പോയ പെണ്ണെ ആ കാറിടിക്കാൻ വന്നപ്പോൾ. അതെങ്ങനെ നീ അറിഞ്ഞേ? അവൾ അത്ഭുതത്തോടെ തലചരിച്ച് അവനെ നോക്കി. ഞാൻ പറഞ്ഞിട്ട് ആ കാറിടിക്കാൻ വന്നേ. ആ കാറിനുള്ളിലുണ്ടായിരുന്ന ദേവനായിരുന്നു. ആര്? ദത്തേട്ടനോ? അവൻ തന്നെ. ദത്തേട്ടൻ എന്തിനാ അങ്ങനെ ചെയ്തേ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. കാര്യം എൻ്റെ പൊന്നളിയന് നിൻ്റെ ആങ്ങളെയൊക്കെ ആണെങ്കിലും അവനിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ഏട്ടൻ ഇതാരുടെ കാര്യം പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. വേറെ ആരുടെയാ? നിൻ്റെ ഏട്ടനാ അഭിജിത്തിൻ്റെ കാര്യം തന്നെ. അതിനെന്നെ വണ്ടി ഇടിപ്പിച്ചിട്ട് വേണം അയാൾക്ക് പണി കൊടുക്കാൻ. അതൊന്നും പറഞ്ഞ എൻ്റെ പെണ്ണിനിപ്പം മനസ്സിലാവില്ല. ഇപ്പം നീ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എണീറ്റ് റൂമിലേക്ക് പൊക്കോട്ടെ, ആരും കാണണ്ട. നാളെ മുതൽ ഏട്ടൻ്റെ കാണാൻ പറ്റില്ലല്ലോ, ആമി സങ്കടത്തോടെ പറഞ്ഞ് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ശരിയാണോ? ആണും പെണ്ണും ഇങ്ങനെയൊക്കെ കിടക്കാന്ന് വെച്ചാ 32 വയസ്സുള്ള ഒരു കന്യകനാണ് പെണ്ണെ ഞാൻ. അവൾക്ക് അറിയാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായതും പാർത്തി പതിയെ വിഷയം മാറ്റാനായി പറഞ്ഞു. ആണോ? എന്നാൽ നന്നായിപ്പോയി. അത് പറഞ്ഞ ആമി ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു. കുഞ്ഞെ, ദത്തൻ താടി കൊണ്ട് അവളെ കവളിൽ ഉരസി. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ദത്തൻ്റെ പൊന്നെ. അവൻ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. ദത്തൻ്റെ കുഞ്ഞി പെണ്ണേ. വീണ്ടും അവൻ അവളുടെ കഴുത്തിൽ ഇക്കിളിയാക്കിയതും പറഞ്ഞ പതിയെ കണ്ണ് ചിമ്മി തുറന്നു. എന്തുറക്കത്? എണീറ്റേ. ദത്തൻ അവളെ ബെഡിൽ നിന്നും പിടിച്ചിരുത്തി. 7:30 ആയിട്ടുള്ളൂ, കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ. അവൾ വീണ്ടും ബെഡിലേക്ക് കിടക്കാൻ നിന്ന് ദത്തൻ അവളെ എടുത്ത് താഴെ ഇറക്കി. എന്തിനാ ദത്ത ഉറക്കം കളയണേ? ഞാൻ ഉറങ്ങട്ടെ. വേണ്ട, ഒരു സർപ്രൈസ് ഉണ്ട്, കണ്ണടക്കി. ദത്തൻ അവളുടെ കണ്ണു പൊത്തിപ്പിടിച്ചു. ശേഷം ടേബിളിന് അരികിലേക്ക് നടന്നു വലിപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു കുഞ്ഞു ബോക്സ് പുറത്തെടുത്തു. കണ്ണ് തുറക്കല്ലേ കുഞ്ഞെ? അത് പറഞ്ഞ് അവൻ ആ ബോക്സ് തുറന്ന് അതിനുള്ള സാധനം പുറത്തെടുത്തു. അവൻ അവളുടെ ഉള്ളംകൈയിലേക്ക് അത് വെച്ചു കൊടുത്തു. വർണ്ണ പതിയെ കണ്ണും തുറന്നു. ഇതെന്താ ഒരു പാദസരം മാത്രം? പിന്നെ ഇത് ഒരുപാട് വലുതാണല്ലോ, എൻ്റെ കാലി പാകാവില്ല.
അവൾ ആ ചെയിൻ തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി. ഈ പൊട്ടി കുഞ്ഞിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഈശ്വര, ഇത് പാദസരമല്ല. അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. പിന്നെ അരഞ്ഞാണം. അദ്ദേഹത്തിന് അവളുടെ കാതിൽ പതിയെ പറഞ്ഞ ശേഷം അവളുടെ കഴുത്തിലായി ഉമ്മ വെച്ചു. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇത് നീ തന്നെ ഇട്ടോ. പിന്നെ എനിക്കിത് ഇടേണ്ട പ്രായമാണല്ലോ, നിനക്ക് വേണമെങ്കിൽ നീ നോക്കണ്ട, ഞാനിത് ഇട്ടു തരും. ദത്തൻ അത് പറഞ്ഞ അവളുടെ ഡ്രസ്സിൽ പിടുത്തം വിട്ടു. വേണ്ട ദത്ത, കളിക്കല്ലേ, വിട്. അവൾ ദത്തൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല മോളെ, ഞാനിടുമെന്ന് പറഞ്ഞ് ഇട്ടിരിക്കും, അത് കഴിഞ്ഞ് അഴിച്ചു മാറ്റണ വേണ്ടെന്നൊക്കെ നിൻ്റെ ഇഷ്ടം. വേണ്ട ദത്ത, പ്ലീസ് പ്ലീസ് പ്ലീസ്. വേണം ദത്ത, ഒരു പ്ലേസും ഇല്ല. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞ് കയ്യിലുള്ള അരഞ്ഞാണത്തിൻ്റെ കൊഴുത്തളിച്ചു. ഞാനിട്ടോളാം ദത്ത, ഇങ്ങതാ. അയ്യോ വേണ്ട, എൻ്റെ കുട്ടി ബുദ്ധിമുട്ടണമെന്നില്ല, ഇത് വാങ്ങിക്കാമെങ്കിൽ ഇട്ട് തരാൻ എനിക്കറിയാം. ദത്തൻ അത് പറഞ്ഞതും വർണ്ണ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി പിന്നിലേക്ക് നടന്നു. ഒപ്പം ഒരു കള്ളച്ചിരിയോടെ ദത്തനും. അവസാനം അവൾ ചുമരി തട്ടിയിരുന്ന ദത്തൻ അവളുടെ തൊട്ടരികിലെത്തിയിരുന്നു. ഇടട്ടെ, അവൻ കാതിൽ ചോദിച്ചും വർണ്ണ കണ്ണുകൾ അടച്ചു നിന്നു. എന്തോ വല്ലാത്തൊരു പരവേശം പോലെ. ദത്തൻ അവളുടെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്ന് അവളുടെ ഡ്രസ്സിന് മീതെ കൂടെ തന്നെ അറിഞ്ഞാണ് ഇട്ടുകൊടുത്തു. വർണ്ണ പതിയെ കണ്ണു തുറന്ന ദത്തൻ തൻ്റെ മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുകയായിരുന്നു. എൻ്റെ കുട്ടി എന്തൊക്കെയോ പ്രതീക്ഷയല്ലേ, സാരില്ല പോട്ടെ. ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഞാൻ പോയി കുളിക്കട്ടെ, ഇനി ഇവിടെ റൊമാൻസ് കളിച്ച് നിന്നാ ഓഫീസിൽ പോകാൻ വൈകും. അത് പറഞ്ഞ് കണ്ണ് ചിമ്മിക്കൊണ്ട് ദത്തൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. വാതിൽ തുടർച്ചയായ തട്ടൽ കേട്ടാണ് പാർത്തി കണ്ണു തുറന്നത്. അവൻ ബെഡിൽ നിന്ന് എണീക്കാൻ നിന്നത് ആമിയുടെ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവനൊരു ചിരിയോടെ അവളുടെ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റു. സമയം 7:30 ആയിട്ടുള്ളൂ. അവൻ സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. ഏട്ടാ, ആമു ചേച്ചിയെ കണ്ടാ? ആ, അവൾ റൂമിലുണ്ടല്ലോ, അവൻ പാതി ഉറക്കത്തിൽ പറഞ്ഞു. എന്ത്? ഞെട്ടിക്കൊണ്ടുള്ള ഭദ്രയുടെ ശബ്ദം കേട്ടാണ് അവന് പരിസരബോധം വന്നത്. അത് പിന്നെ നിന്റെ റൂമിലുണ്ടല്ലോ, അവിടെയല്ലേ അവള് കിടക്കാറ്, അവൻ പതർച്ചയോട് പറഞ്ഞു. അതെ, പക്ഷെ ചേച്ചി അവിടെ കാണാനില്ല. അവൾ താഴെ എവിടെയെങ്കിലും കാണും, നീ പോയി അന്വേഷിക്കേ. പാർത്തി വേഗത്തിൽ ഡോറടച്ചു. അവനൊരു ആശ്വാസത്തോടെ ഡോറിലേക്ക് ചാരി നിന്നു. ഭദ്രയാണെങ്കിൽ ഇവനെന്താ പറ്റിയെന്ന ഭാഗത്തിൽ താഴേക്ക് പോയി. ഇതൊന്നും അറിയാതെ ആമി നല്ല ഉറക്കത്തിലാണ്. രാവിലെ നേരത്തെ എണീക്കാൻ പറഞ്ഞിട്ട് പെണ്ണ് കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ, ഇപ്പം തന്നെ എല്ലാം പൊളിഞ്ഞേനെ. അവൻ പെറുപുറത്തുകൊണ്ട് ബെഡിൽ വന്നിരുന്നു. മിക, എണീക്കാൻ അവൻ തട്ടി വിളിച്ചതും അവൾ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞിടന്നു. എണീക്ക് മിക, സമയം ഒരുപാട് വൈകി, 8 മണിയാവാറായി. അത് പറഞ്ഞതും ആമി ചാടി എണീറ്റു. അയ്യോ! അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടാൻ നിന്നും പാർത്തി അവളെ തടഞ്ഞു. നീ എങ്ങോട്ടേക്ക് ഓടി പിടിച്ചു പോകുന്നേ? അത് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോവണ്ടേ? ഇപ്പം തന്നെ പോകണം, അവിടെ പുറത്ത് ഭദ്രൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈശ്വര, ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ, എല്ലാവരും അറിയാത്ര തന്നെ. അവനത് പറഞ്ഞ ആമയുടെ മുഖത്ത് നിറഞ്ഞ ഭാവങ്ങൾ കണ്ട് പാർത്തിക്ക് ചിരി വന്നു. അവൻ പതിയെ വാതിൽ കുറച്ച് തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കി. പുറത്ത് ഇപ്പം ആരുമില്ല. അവൻ തല തിരിച്ച് ആമയെ നോക്കി പറഞ്ഞു. എന്നാൽ ഞാൻ പോവുക. അവൾ വേദം വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ നിന്ന് പാർത്തി അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. ആമയാണെങ്കിൽ അവനെ അന്തം വിട്ട് നോക്കി നിൽക്കാണ്. ഇന്നിനി പോയാ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ അടുത്ത് കിട്ടില്ലല്ലോ. പാർത്തി അത് പറഞ്ഞത് ആമയുടെ കണ്ണുകൾ നിറഞ്ഞു. അതവൻ കാണാതെ ഇരിക്കാൻ അവൻ്റെ നെഞ്ചിലേക്ക് മൂക്കോടിപ്പിച്ചു. എനിക്ക് അധികകാലം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വയ്യ പെണ്ണെ. ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ ഒതുങ്ങിയാൽ ഞാൻ വരും എൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് എൻ്റെ പെണ്ണായിട്ട് എല്ലാവരും അനുഗ്രഹത്തോടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. പാർത്തി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാനൊരു ഉമ്മ തരട്ടെ? അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പാർത്തി ചോദിച്ചു.
എന്തിനായിട്ട് എപ്പോഴും ഇങ്ങനെ അനുവാദം ചോദിക്കണേ? നിന്റെ ശരീരമാണ്, അതുകൊണ്ട് നിന്റെ അനുവാദം തീർച്ചയായും എടുക്കണം മേഘ. അത് പറഞ്ഞ് പാർത്തി അവളുടെ നെറ്റിയിൽ ഉമ്മവച്ചു. നിങ്ങളെന്ത് പൊട്ടനാടോ, ഇതാണോ തൻ്റെ ഉമ്മ? കഷ്ടം. താൻ ആദ്യം പോയി മായാനദി, അർജുൻ റെഡ്ഡി ആഫ്റ്റർ മൂവിയൊക്കെ കാണ്. അറ്റ്ലീസ്റ്റ് ആഷിഖ് ഖാനെ സോങ് എങ്കിലും. ആമി അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. അത് നോക്കി പാർത്തി ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിന്നു. എന്നാൽ പുറത്തു നിന്ന് ഒരാൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നത് അവർ രണ്ടുപേരും അറിഞ്ഞില്ല. എപ്പോഴാ പാർത്തി ഇറങ്ങുന്നേ? ആമി പോകുന്ന കാരണം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയം ദത്തൻ്റെ പപ്പ പാർത്തിയോട് ചോദിച്ചു. കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. ആമി ചേച്ചി ഇന്ന് പോവുമല്ലേ, ഞങ്ങളിന്ന് ലീവ് എടുക്കട്ടെ അമ്മ? ഭദ്ര ചെറിയമ്മയോട് ചോദിച്ചു. പറ്റില്ല, അവരിപ്പം തന്നെ ഇറങ്ങും. പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ ലീവ് എടുക്കുന്നേ? മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോവാൻ നോക്ക്. പ്ലീസ് അമ്മ. ഒരു പ്ലീസും ഇല്ല, മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോവാൻ നോക്കിക്കേ രണ്ടും. ദർശനം പോലും സ്കൂളിൽ പോകുന്നുണ്ട്, പിന്നെന്താ നിങ്ങൾക്ക് പോയാ? അത് കേട്ടതും ഭദ്രയും ശീലും ഭക്ഷണം കഴിച്ച് എണീറ്റു. വേഗം തന്നെ എല്ലാവരും യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയി. അവർക്ക് പിന്നാലെ ദർശനയും രാഗും പോയി. ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ധ്രുവിയൻ്റെ വീട് വരെ പോയിട്ട് വരാം മുത്തശ്ശി. ചെറിയ മുത്തശ്ശിയെ കണ്ടിട്ട് കുറേ കാലമായി. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം മുത്തശ്ശി, പറഞ്ഞ ചാടിക്കയറി പറഞ്ഞു. അത് ശരിയാ അമ്മേ, നമുക്കും പോയി വരാം. മാലതി കൂടെ പറഞ്ഞ എല്ലാവർക്കും കൂടെ പോകാമെന്നായി. എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല മുത്തശ്ശി. ധ്രുവിയെ കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പാർവതി ഒഴിഞ്ഞു മാറി. പപ്പയും ചെറിയമ്മയും ചന്ദ്രശേഖരനും ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയാ? ക്ലാസ് തുടങ്ങാറായെന്ന കാര്യം നീ മറക്കണ്ട, ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ ഇന്നലേക്ക് ഇരുന്ന് പഠിച്ചതാ ദത്ത, എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. പ്ലീസ് ഞാൻ പോവട്ടെ. നീ ഓഫീസിൽ പോയാൽ പിന്നെ വൈകുന്നേരം എത്തുള്ളൂ. ശീലും ഭദ്ര ഇവിടെ ഇല്ലാതാണ്, ഞാൻ പോയിക്കോട്ടെ. ചെറിയമ്മ ഒന്ന് പറയേ. അവള് വന്നോട്ടെ ദേവാ, ചെറിയമ്മ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ചെയ്യേ. അത് പറഞ്ഞ് ദത്തൻ റൂമിലേക്ക് പോയി. മോള് പോയിട്ട് റെഡി ആയിട്ട് വാ, ചെറിയമ്മ പറഞ്ഞ് അവൾ തുള്ളിച്ചാടി റൂമിലേക്ക് പോയി. അവൾ റൂമിലെത്തുമ്പോൾ ദത്തൻ ഫോണിൽ നോക്കി ബെഡ് റെസ്റ്റ് ചാരിയിരിക്കുകയാണ്. സമയം കുറേ ആയില്ലേ ദത്ത, റെഡി ആവുന്നില്ലേ? പോവാറായില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. എവിടേക്ക്? അവൻ ഫോണിൽ നിന്നും മുഖമുയർത്താതെ തന്നെ ചോദിച്ചു. ഓഫീസിലേക്കേ. അതിനാര് പറഞ്ഞു ഇന്ന് ഓഫീസിൽ പോകുന്നു? അപ്പോൾ പോകുന്നില്ലേ? രാവിലെ പോകുന്നാലോ നീ പറഞ്ഞേ. അപ്പം പോകണമെന്ന് തോന്നി, ഇപ്പം തോന്നി പോവണ്ടെന്ന്. അത് കേട്ടതും പറഞ്ഞിട മുഖം എന്തോ പോയി അണ്ണാനെ പോലെ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്തിനാ പറയണേ? നിനക്ക് ഇവിടെ നിന്ന് ബോറടിക്കുകയാണല്ലോ. വീട്ടിലേക്ക് പോകാനല്ലേ ഇഷ്ടം, പോയിട്ട് വാ. അദ്ദേഹത്തിന് ചിരി വന്നെങ്കിലും ഗൗരവത്തിൽ പറഞ്ഞു. വാർണ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതെന്താ മോള് റെഡിയായില്ലേ? വാർണയെ കണ്ട് ചെറിയമ്മ ചോദിച്ചു. ഞാൻ വരുന്നില്ല, പഠിക്കാണ്ട്. നീയല്ലേ കുറച്ച് മുമ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞേ, മുത്തശ്ശി പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഓർത്തേ, കുറേ പഠിക്കാണ്ട്, പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമോ പറഞ്ഞ? നിമ്മിയാണ് അത് ചോദിച്ചത്. ദത്തൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല അത് പറഞ്ഞ എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു. എന്നാൽ അഭിജിത്തിൻ്റെ മുഖം മാത്രം ദേഷ്യത്താൽ ചുവന്നു. പഠിച്ചാൽ മതി, അത് പറഞ്ഞ മുത്തശ്ശി പുറത്തേക്ക് നടന്നു. പിന്നാലെ മറ്റുള്ളവരും. അവർ പോയതും പറഞ്ഞ വാതിൽ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും സ്റ്റെയറിൻ്റെ അരികിൽ ദത്തൻ കൈ കെട്ടി അവനെ നോക്കി നിൽക്കാണ്. പോവാന്ന് പറഞ്ഞിട്ട് അവൻ പുരക് ഉയർത്തി ചോദിച്ചു. നീയല്ലേ എന്നോട് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞേ? അതാ ഞാൻ പോവാഞ്ഞേ. അവളും അതേ എക്സ്പ്രഷനിൽ പറഞ്ഞു. എന്നാ വാ പഠിക്കാം. അവൻ ഗൗരവത്തിൽ പറഞ്ഞ റൂമിലേക്ക് നടന്നു. പിന്നാലെ വർണ്ണയും. റൊമാൻസ് പ്രതീക്ഷിച്ചു പോയ വർണ്ണ ദത്തൻ ഉച്ചവരെ പഠിപ്പിച്ചു കൊന്നു. ബുക്കിൽ നിന്ന് കണ്ണു മാറ്റിയാൽ തെറ്റിച്ചു വായിച്ചാൽ കാലിൽ സ്കെയിൽ കൊണ്ട് നല്ല അടി വേറെ.
മുത്തശ്ശിയുടെ വീട്ടിൽ പോവാൻ തോന്നാത്ത നിമിഷത്തെ അവൾ സ്വയം പഴിച്ചു. എന്തിനു പറയുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ദാത്തൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു. തെറ്റിച്ചാൽ കയ്യിൽ നല്ല നുള്ളു കിട്ടും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വർണ്ണ അവനോട് പിണങ്ങി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പഠിക്കണ്ടെന്ന് ദത്തൻ പറഞ്ഞുവെങ്കിൽ അവൾ വാശിക്ക് ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അത് കണ്ട് ദത്തന് ചിരി വന്നു. ദത്തൻ ഫോണെടുത്ത് ബെഡിൽ വന്നിരുന്നു. ടേബിളിലിരിക്കുന്ന വർണ്ണ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങുന്നിട്ട് നോക്കുന്നുണ്ട്. ദത്തൻ്റെ ഫോണിൽ വസീകര പാട്ട് കേട്ടതും അവൾ ബുക്കിൽ നിന്ന് തല ഉയർത്തി അവനെ നോക്കി. എന്തടി നോക്കി പേടിപ്പിക്കണേ? ദത്തൻ അവളെ നോക്കി ചോദിച്ചു. ഒരു കുട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് നിനക്ക് കാണാനില്ലേ? അപ്പം എങ്ങനെയുള്ള പാട്ടുകൾ വെക്കാൻ പാടുമോ? എങ്ങനെയുള്ള പാട്ട്? അത് അത് ഇങ്ങനെ ഉറക്കം വെക്കാൻ പാടുമെന്ന് പാട്ട്. അത് പറഞ്ഞ് അവൾ വീണ്ടും ബുക്കിലേക്ക് നോക്കി. ദത്തൻ ഫോണ് ഓഫ് ചെയ്ത് ആ പാട്ടിൻ്റെ വരികൾ മൂളിക്കൊണ്ട് അവളുടെ അരികിൽ വന്നിരുന്നു. താടിക്ക് കൈ കൊടുത്ത് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന ദത്തനെ വർണ്ണ ഇടം കണ്ണിട്ട് നോക്കിയിരുന്നു. എനിക്ക് പഠിക്കണം. അതിനെന്താ, പഠിച്ചോ? ഞാൻ പറഞ്ഞു പഠിക്കണ്ടെന്ന്. അവൻ അതേപോലെ ഇരുന്നുകൊണ്ട് എന്നെ ചോദിച്ചു. ഇങ്ങനെ എന്നെ നോക്കിയിരുന്ന ഞാൻ എങ്ങനെ പഠിക്കുക? എൻ്റെ കണ്ണ് ഞാൻ ഇഷ്ടമുള്ളടത്തേക്ക് നോക്കിയിരിക്കും. അവനത് പറഞ്ഞു. വർണ്ണ ബുക്ക് എടുത്ത് അവന് കാണാൻ കഴിയാത്ത രീതിയിൽ തിരിഞ്ഞിരുന്നു. അവർ തിരിഞ്ഞിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടും ദത്തൻ്റെ ഒരനക്കം കാണാതെ ആയപ്പോൾ വർണ്ണ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. അപ്പോഴും ദത്തൻ താടിക്ക് കൈ കൊടുത്ത അതേ രീതിയിലാണ് ഇരിക്കുന്നത്. എന്തേ? ദത്തൻ പുരുക ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ തിരിഞ്ഞ് വീണ്ടും ഇരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങിയതും ദത്തൻ തൻ്റെ ചൂണ്ടുവിരൽ അവളുടെ പിൻകഴുത്തിലൂടെ ഓടിച്ചു. വർണ്ണ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ വീണ്ടും കുസൃതിയോടെ അവളുടെ പിൻകഴുത്തിലൂടെ വിരലോടിച്ചു. ദേ ദത്ത, ഒതുങ്ങിയിരുന്നോട്ടെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആണോ? എവിടെയാ ദേഷ്യം? ഞാനൊന്ന് നോക്കട്ടെ. ദത്തൻ അവളുടെ കഴുത്തിൽ കിളിയാക്കി. വേണ്ട, എന്നോട് മിണ്ടണ്ട, എന്നെ തല്ലിയില്ലേ നീ? എനിക്ക് സങ്കടമായി. പഠിച്ചില്ലെങ്കിൽ ഇനിയും തല്ലും. ദത്തൻ അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി. എന്നെ തല്ലേ ഞാൻ തിരിച്ചു തല്ലും, നോക്കിക്കോ, എനിക്ക് പേടിയൊന്നുമില്ല. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? നീ എന്നെ തല്ലോടി? തല്ലുമെന്ന് ദത്തൻ അവളെ ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ആ, തല്ലും, വേണമെങ്കിൽ കടിക്കുകയും ചെയ്യും, അവൾ വാശിയോടെ പറഞ്ഞു. ദത്തൻ അവളെ തൻ്റെ മടിയിൽ നിന്ന് ഉയർത്തിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അവളെ ബെഡിലേക്ക് കിടത്തി. അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് എടുത്തതും ഫോൺ റിങ് ചെയ്തു. അവൻ ദേഷ്യത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഒരു 15 മിനിറ്റ്, ഞാൻ ഇപ്പം എത്താം, അവൻ ഫോണിൽ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എണീറ്റു. ശേഷം വേറെ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി. വർണ്ണ ഒന്നും മനസ്സിലാവാൻ നോക്കിയിരുന്നു. ചെറിയമ്മ അവരൊക്കെ ഇപ്പോൾ വരും, എനിക്ക് ഓഫീസിൽ അർജൻറ്റായിട്ടൊന്ന് പോവണം. ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ദത്തൻ വേഗം തന്നെ പോവാൻ റെഡിയായി. അവൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ചെറിയമ്മയും മുത്തശ്ശിയും ഒക്കെ വന്നിരുന്നു. ദത്തൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നു നോക്കി വർണ്ണ ഡോറിനരികിൽ തന്നെ നിന്നു. അടുത്ത പാർട്ടിലൊരു ട്വിസ്റ്റ് ആയാലോ? ഒരു കുഞ്ഞ ട്വിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.